പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതിന് പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ദൈവസന്നിധാനത്തിലായിരിക്കാം. അഭിഷേകം നുകത്തെ തകർക്കും എന്നുള്ളൊരു സീരീസാണ് ഇന്നലെ മുതൽ ഞാൻ തുടങ്ങിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം തന്ന ചില ചിന്തകൾ ഇന്നലെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നവണ്ണം പറയാനിടയായിട്ട് ഇന്ന് അതിനകത്തൊരു പ്രത്യേക വിഷയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തന്നിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങളുണ്ടോ? ആത്മീകമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെടുമെന്നും ഉയർത്തപ്പെടുമെന്നും ദൈവം തന്നിട്ടുള്ള ഏതെങ്കിലും വാഗ്ദത്തങ്ങളുണ്ടോ? ഭൗതികമായിട്ടുള്ള ആയിക്കൊള്ളട്ടെ, ആ വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും നുകങ്ങളുണ്ടോ? സെർച്ച് ചെയ്യണം. ഞാനിത് പറയുമ്പോൾ തന്നെ അനലൈസ് ചെയ്യണം. ജീവിതത്തിൻ്റെ പുറകിലോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കണം. തടസ്സമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും നുകങ്ങളുണ്ടോ? ഇന്ന് ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ നുകങ്ങൾ തകരും. വിശ്വസിക്കാമോ? നമ്മൾ വായിക്കാൻ പോകുന്ന ഭാഗം പുറപ്പാട് പുസ്തകമാണ്. അതിൻ്റെ 12-ാം അധ്യായം, അതിൻ്റെ 50, 51 വാക്യങ്ങൾ. യഹോവ മോശയോടും അഹരോനോടും കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. അന്ന് തന്നെ യഹോവ ഇസ്രായേൽ മക്കളെ ഗണം ഗണമായി മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. ഇതൊരു തകർച്ചയുടെ വാക്യമല്ല, ഇതൊരു നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും വിടുതലില്ലായ്മയുടെയും വാക്യമല്ല, മറിച്ച് ഇതൊരു ജയത്തിൻ്റെ വാക്യമാണ്. എന്തോ ജയത്തിൻ്റെയാ? ദൈവമക്കളുടെ വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് നിന്ന ഫറവോൻ എന്ന് പറയുന്ന നുകത്തെ ദൈവം തകർത്തതിൻ്റെ, ദൈവം അതിനെ ജയിക്കാൻ ദൈവജനത്തിന് കരുത്തു കൊടുത്തതിൻ്റെ ദൈവപ്രവർത്തിയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യം. നമുക്കറിയാം, 75 പേരുമായിട്ട് യാക്കോബ് മിസ്രൈമിലേക്ക് പോകുമ്പോൾ ഒന്നുമില്ല, സാധ്യതകളൊന്നുമില്ല. പക്ഷേ ആരുടെ കൂടെ പോകുന്നതെന്നറിയാവോ? ദൈവത്തിൻ്റെ കൂടെ പോകുന്നത്. ഞാൻ അതിനകത്തുനിന്നൊരു ദൂത് നിങ്ങളോട് കൈമാറാം. നിങ്ങൾ എത്ര ചെറിയ ആളാണെങ്കിലും, നിങ്ങൾ എത്ര കുറഞ്ഞവരാണെങ്കിലും, ദൈവത്തോടൊപ്പമാണോ നിങ്ങൾ സഞ്ചരിക്കുന്നത്, നീ അറിയാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എല്ലാ മേഖലകളിലും ഒരു വർധനവ് ലഭിക്കുക തന്നെ ചെയ്യും. ഞാൻ ഇതൂത് പറയുമ്പോൾ തന്നെ വർധനവിനെ തടയുന്ന ചില വെല്ലുവിളികൾ സ്വർഗം അഴിച്ചു കളയുകയാണ്. വിശ്വസിച്ചോണം ഈ ദൈവശബ്ദം. ആത്മാവിൽ ഇതിനെ പതിപ്പിക്കണം. എന്നിട്ട് ഇതിനകത്തൊക്കെ നിങ്ങളെ ടച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഉരുവിടണം. അങ്ങനെ ഉരുവിടുമ്പോൾ എന്ത് സംഭവിക്കും? ആ വചനം വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കും. നോക്കിയേ, 75 പേരുമായിട്ട് പോകുമ്പോൾ അവിടെയുള്ള മിസ്രൈമ്യരെക്കാട്ടിലൊരു വർദ്ധിക്കാൻ തുടങ്ങി. എന്താ കാരണം? ഇവരുടെ കൂടെ ദൈവമുണ്ട്. ഇവരുടെ കൂടെ ദൈവം ഉള്ളിടത്തോളം കാലം ഇവർ ഒരിക്കലും തകർന്നു പോകത്തില്ല, പരാജയപ്പെടത്തില്ല. ജീവിതം ഏറ്റവും ബ്ലസ്സഡ് ആയിട്ട് മാറാനിടയായിത്തീരും. ശത്രു മറ സൈഡിൽ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അവൻ നിന്റെ വർധനവിനെ തടയാൻ, നിന്റെ ഉയർച്ചയെ തടയാൻ അവനെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും. പക്ഷേ അന്തിമ വിജയം പ്രാർത്ഥിക്കുന്നവനാ, ദൈവം കൂടെ നിൽക്കുന്നവനാ എപ്പോഴും വിജയം ഉണ്ടാകുന്നത്. നോക്കിയേ, വർഷങ്ങൾ പലതങ്ങോട്ട് പോയി, 400 വർഷത്തോളമായി. അവരുടെ വർധനയിൽ തടയാൻ ആ കാലഘട്ടത്തിലെ തന്ത്രശാലിയായ ഫറവോൻ എന്തൊക്കെ ചെയ്ത്? ഊഴിയവേല ജയിച്ചില്ലേ, കഠിനവേല ജയിച്ച്. എന്താ? പ്രത്യുൽപാദനം തടയാനായിട്ട്. പക്ഷെ ജനം വർദ്ധിച്ചു പെരുകി. രണ്ടാമത് എന്ത് ചെയ്തു? സൂതികർമ്മിണികളെ ആക്കി. എന്തിനാ? എനിക്ക് ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയാം. പക്ഷെ ദൈവഭയം അവർക്ക് ദൈവം അയച്ചിട്ട് ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ രക്ഷിച്ചു. അവസാനം ചെയ്ത അറ്റകൈ പ്രയോഗമാണ് നൈൽ നദിക്കകത്ത് എറിഞ്ഞു കളയുക. പക്ഷെ അവിടെയും ഒരു ദൈവപ്രവൃത്തി മോശയിലൂടെ ദൈവം അയക്കുകയാണ്. ഇതാ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടാകുന്ന ചില വാഗ്ദത്തത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ദൈവം പരിഹരിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് തരാൻ പോകുക കേട്ടോ. ജീവിതത്തിൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് തരും. അവസാനം ഫറവോനും മന്ത്രിസഭയും കൂടെ ഒരുമിച്ച് ആലോചിക്കുക, ഇവരെ എന്ത് ചെയ്താൽ ഹല്ലേലൂയ നമുക്കിവരെ എന്ത് ചെയ്യാം? തകർക്കാൻ പറ്റും. പക്ഷേ അവർക്കൊരെത്തും പിടി കിട്ടാതിരിക്കുമ്പോഴാണ് മോശ രംഗപ്രവേശനം ചെയ്യുന്നത്. ആദ്യത്തെ 40 വർഷം അവ സ്വന്തം കഴിവുകൊണ്ടും കൊട്ടാരത്തിൽ പഠിച്ച ആ കാര്യാദികൾ കൊണ്ടൊക്കെ ദൈവജനത്തെ രക്ഷിക്കാൻ പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല കേട്ടോ, നടന്നില്ല. എന്നാൽ അടുത്തൊരു 40 വർഷം
ദൈവത്തിൻ്റെ പണിശാലയ്ക്കകത്ത് തികഞ്ഞൊരു അഭിഷക്തനായി വന്നു കഴിഞ്ഞപ്പോൾ ആ ജനത്തെ വിടുവിക്കാനുള്ള, ജനലക്ഷങ്ങളെ വിടുവിപ്പാനുള്ള ആമേൻ അസാധാരണമായ ദൈവശക്തിയുടെ കരുത്ത് അവൻ പ്രാപിക്കാനിടയായി തീർന്നു. അതെ, ഇന്നലകളിൽ നീ പരാജയപ്പെട്ട ചിലയിടത്ത്, ഇന്നലകളിൽ നിന്നെ തകർത്ത ചിലയിടത്ത് ദൈവത്തിൻ്റെ കരുത്തോടുകൂടെ ദൈവം നിർത്താൻ പോകുന്നു. എന്തിനാ? ചില വാഗ്ദത്ത നിവർത്തികൾക്കായിട്ട്, ചില വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് സ്വർഗം അത് ചെയ്യാനായിട്ട് പോവുക. ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുത്ത് ഈ മെസ്സേജ് നാളെ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന ഫറവോൻ എന്ന് പറയുന്ന നുകത്തെ ദൈവം തകർക്കും. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇടപെട്ട ദൈവദൂത് ഞങ്ങൾ ഏറ്റെടുക്കുന്നു, അറിയിച്ച ദൈവശബ്ദം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. വാഗ്ദത്തത്തിന് തടസ്സമായി നിൽക്കുന്ന സകല ഫറവോന്റെ നുകങ്ങളെയും സ്വർഗം തകർത്ത് ഈ ജനത്തെ ആത്മാവി സ്വതന്ത്രരാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ജയം ദൈവത്തിന് കൽപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.